നമസ്കാരം, ഞാൻ ഡാനിഷ് ജോൺ. നോവൽ ബ്രൂട്ടസിൻ്റെ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടി എഴുതിയ അവരുടെ അവസാനത്തെ നോവൽ വണ്ടിക്കാളകൾ. വണ്ടിക്കാളകൾ എന്ന നോവലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ കുറിച്ചൊരു രണ്ട് വാക്ക് ഞാൻ പറയുകയാണ്. പൊതുവേ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി ചില കാറ്റഗറിയിലായിട്ട് ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് എഴുത്തുകാരി ഒതുങ്ങിപ്പോയി എന്നല്ല, വായനക്കാരവരെ അവർ ചില കാറ്റഗറിയിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു സ്ത്രീപക്ഷ എഴുത്തുകൾ മാത്രം എഴുതുന്ന ഒരു എഴുത്തുകാരി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രണയവും രതിയും മാത്രം ഫോക്കസ് ചെയ്ത് എഴുതുന്ന ഒരു എഴുത്തുകാരി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രണ്ടുമല്ല മാധവിക്കുട്ടി. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ മാധവിക്കുട്ടി ഒരു ഇടുങ്ങിയ വാതിലായിട്ട് തോന്നുമെങ്കിൽ പോലും ആ വാതിലങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായ ഒരു പൂന്തോട്ടമാണ് മാധവിക്കുട്ടി. ഒരു സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൊക്കെ അവർ അനുഭവിച്ചു പോകുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങളും എല്ലാം, അതാണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും നല്ല ശുദ്ധമായ വ്യക്തമായ ഭാഷയിൽ എഴുതി ഒരുപാട് ആസ്വാദകരെ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ. പിന്നെ വണ്ടിക്കാളകൾ എന്ന നോവലിലേക്ക് വരുമ്പോൾ ഈ നോവൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് ആ കാലഘട്ടത്തിലെ സാമൂഹികമായും മതപരമായും രാഷ്ട്രീയപരമായും വാണിജ്യപരമായിട്ടൊക്കെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നോവലിലൂടെ സംസാരിച്ചു പോകുന്നുണ്ട്. ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു മരുന്ന് വ്യവസായത്തിൻ്റെ വിശാലമായൊരു മേഖല, പിന്നെ മതപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, നമ്മുടെ ധാരണകളല്ല യാഥാർത്ഥ്യത്തിൽ അവിടെ നടക്കുന്നതെന്നുള്ള ചില കാര്യങ്ങൾ, പിന്നെ സാമൂഹ്യപരമായിട്ട് അന്നും, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വർഷങ്ങളിപ്പുറം കഴിഞ്ഞെങ്കിൽ പോലും നിലനിന്ന് പോകുന്ന ചില ഉച്ചനീചത്വങ്ങളും ചില ഹ്യൂമിലിയേഷൻ്റേതായ ചില കാര്യങ്ങളും, അതായത് ഇപ്പോൾ ചില വിഭാഗങ്ങൾ, എസ്പെഷ്യലി ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും അനുഭവിച്ചു പോരുന്ന ചില അവഗണനയുടെ കാര്യങ്ങളൊക്കെ ഈ നോവലിൽ പ്രതിപാദിച്ചു പോരുന്നുണ്ട്. പിന്നെ മാധവിക്കുട്ടി ഏകദേശം അവരുടെ അവസാന കാലഘട്ടങ്ങളിലോട്ട് കടക്കുന്ന സമയത്താണ് ഈ നോവൽ എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ടൊക്കെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നിന്നൊരു സമയത്തായിരിക്കണം ഈ നോവൽ എഴുതിയിരിക്കുന്നത്. കാര്യം ഈ നോവലിൽ ചില സമയത്തൊക്കെ എനിക്കൊരു അപൂർണത ഫീൽ ചെയ്തു. അവർ ഒരുപാട് കാര്യങ്ങൾ വിശാലമായ അല്ലെങ്കിൽ ഒരു ലോക സത്യത്തെ, സ്നേഹമെന്ന ലോക സത്യത്തെക്കുറിച്ചാണ് അവർ ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. ഇതിൽ അവർ പരാമർശിച്ച് അല്ലെങ്കിൽ ഇവർ വിവരിച്ച് വരുന്നത് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ ആ ഒരു ലോക വിശ്വ സത്യത്തെക്കുറിച്ചാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എവിടെയോ മുറിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ അപൂർണമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കഥാപാത്രങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ അവരുടെ ആരോഗ്യപരമായ അവശതകളായിരിക്കാം ചിലപ്പോൾ ഈ അപൂർണതയ്ക്ക് കാരണം. പിന്നെ എൻ്റെ ഒരു വായനാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായത്, അതായത് ഈ കഥ ഒരു സ്ത്രീപക്ഷ രചനയായിട്ട് ഒതുക്കി നിർത്താൻ പറ്റില്ല. കാര്യം ഇതിൽ ഒരുപാട് സ്ത്രീകളുടെ ദാരുണമായ ജീവിതങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സൂര്യനാരായണ റാവു എന്ന ഒരു ഡോക്ടറുടെ ജീവിതവും അയാളുടെ മാനസിക സംഘർഷങ്ങളും ഒക്കെയാണ് മാധവിക്കുട്ടി ഇതിൽ കൂടുതൽ വരച്ച് കാണിക്കുന്നത്. സൂര്യനാരായണ റാവുവിനെ പോലെ തന്നെ ആർതർ ലോബോ എന്ന് പറഞ്ഞൊരു പ്രായമായൊരു ബാർ വെയിറ്റർ ഉണ്ട്. അതുകൂടാതെ സാദിഖലി എന്ന പേരുള്ള മറ്റൊരു ഡോക്ടറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പുരുഷന്മാരുടെയും മാനസിക സംഘർഷങ്ങൾ, അവർ അനുഭവിക്കുന്ന ചില വേദനകൾ, വിഷമങ്ങൾ ആരോടും പറയാൻ പറ്റാണ്ട് അവർ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളൊക്കെ മാധവിക്കുട്ടി ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാധവിക്കുട്ടിയുടെ മുൻകാല പല കൃതികളിലും ഈ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ അവർ ഇഷ്ടപ്പെടാണ്ട് കഴിക്കേണ്ടി വരുന്ന വിവാഹവും അതിൽ നിന്ന് അവർക്ക് ഏർപ്പെടുന്ന മാനസിക ബുദ്ധിമുട്ടുകളും സെയിം തിങ് തന്നെ പുരുഷന്മാർക്കും അനുഭവങ്ങളുണ്ട്. പക്ഷേ പുരുഷന്മാരുടേതായ പക്ഷത്ത് നിന്ന് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്
ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് മാധവിക്കുട്ടി ഈ സൂര്യനാരായണ റാവു എന്ന കഥാപാത്രത്തിലൂടെ ഇത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരം ഇഷ്ടമല്ലാത്തൊരു പണക്കാരിയായ ഒരു സ്ത്രീയെ അയാൾ വിവാഹം കഴിക്കുന്നു. പക്ഷേ അതിൽ ഈ മനുഷ്യനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെ മാനസികമായി യാതൊരു അടുപ്പവും ആ സ്ത്രീക്കില്ല. ഒരു ഭാര്യ എന്നൊരു പദവി അലങ്കരിച്ചു കൊണ്ട് പോകാനല്ലാതെ അതിലപ്പുറം ഇയാൾക്ക് വെച്ച് വിളമ്പാനും അതല്ലെങ്കിൽ ഇയാളുടെ മക്കളെ പ്രസവിക്കാനും അല്ലെങ്കിൽ കിടപ്പറയിൽ ഒരു ഉപകരണമായിട്ട് മാത്രം നിൽക്കുന്നു എന്നല്ലാതെ അതിലപ്പുറം ഇയാളുടെ ഒരു മാനസികാവസ്ഥകളെയോ ഒന്നും ഈ സ്ത്രീ ഒരു രീതിയിലും ഗവനിക്കുന്നില്ല. ഇയാൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇയാൾ വളരെ പ്രശസ്തനാണ്. ഇയാൾ കൈവച്ചാൽ ആ രോഗിക്ക് അതിൽ കൂടുതൽ ഒരു സൗഭാഗ്യം വേറെ കിട്ടാനില്ല. അങ്ങനെ ഒരു പ്രശസ്തനായ ഒരു ഡോക്ടറുടെ പേഴ്സണൽ ലൈഫ് വളരെ നല്ല രീതിയിലാണ് മാധവിക്കുട്ടീൻ്റെ അത് വരച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ ആശുപത്രിയിൽ തന്നെ മറ്റൊരു വിഭാഗത്തിലെ ഡോക്ടറാണ് സാദിഖ് അലി. ഈ സാദിഖ് അലിയും ഇദ്ദേഹത്തെ പോലെ തന്നെ വളരെ പ്രശസ്തനാണ്. പക്ഷേ സാദിഖ് അലിയും അയാളുടെ വൈവാഹിക ജീവിതത്തിൽ അത്ര തൃപ്തനല്ല. പക്ഷേ അയാൾക്കൊരു പ്രണയമുണ്ട്. നാട്ടിലെ അറിയപ്പെടുന്നൊരു ഗായികയായ അനസൂയ ഭായ് എന്ന് പറയുന്ന ഒരു ദേവദാസി ലെവലിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. പക്ഷേ ഈ സാദിഖ് അലിയുമായിട്ടുള്ള പ്രണയം തുടങ്ങിയതിന് ശേഷം മതപരമായിട്ടൊക്കെ അനസൂയ ഭായ്ക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. അവരെ ആരും അമ്പലത്തിൽ പാടാൻ വിളിക്കുന്നില്ല. പക്ഷേ ഇയാളോടുള്ള പ്രണയം ഒരു പരിധിയിൽ ഭയങ്കര പരിഭാവനമായിട്ട് അവർ കാണുന്നുണ്ട്. ഒരു പരിധിയിൽ ഇയാളുടെ പേഴ്സണൽ ലൈഫുകളിൽ അവർ ഇടപെടുന്നില്ല. പക്ഷേ ഇവരുടെ പ്രണയം നല്ല രീതിയിലൂടെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇവരുടെ ഇടയിലുള്ള സംസാരങ്ങളും മറ്റു കാര്യങ്ങളും കുറഞ്ഞു വരുന്നു. അനസൂയ ഭായ് ഇയാൾക്ക് വേണ്ടിയിട്ട് മതം മാറാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു പരിധിവരെ കുറച്ചൊക്കെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ എഴുത്തുകാരിയുടെ പേഴ്സണൽ ലൈഫിലെ ചില എലമെൻറ്റ്സ് കയറി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവിടെ ഈ എന്താ പറയുക, ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന ലെവലിലല്ലാതെ മറ്റൊരു തരത്തിലേക്ക് ഈ കഥാപാത്രം ചിന്തിക്കുന്നില്ല. പക്ഷേ പിന്നീട് ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ സാദിഖ് അലി എന്ന് പറഞ്ഞ കഥാപാത്രവും ഈ അനസൂയ ഭായും മതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വേലിക്കെട്ടിനും അപ്പുറത്ത് നിന്ന് ഒരു പരമമായ ഒരു പ്രണയത്തിൻ്റെ ലെവലിൽ അവരൊന്നു ചേരുന്നുണ്ട്. മാത്രമല്ല ഈ സാദിഖ് അലിയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രണയമുണ്ടെങ്കിലേ തനിക്കും നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് അതേ ആശുപത്രിയിലെ തന്നെ ഒരു ഡോക്ടർ, അതിമനോഹരിയായ ഒരു സുന്ദരിയായ ഒരു ഡോക്ടർ, അവരുടെ പേര് മോഹിനി എന്നാണ്. ആ പേര് പോലെ തന്നെ വളരെ മോഹിനിയാണ് അവർ. ഒരുപാട് പേർ അവരെ ആഗ്രഹിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ കന്യകയെ തന്നെ തുടരുന്നു. ഈ ഒരു പണക്കാരൻ്റെ ഭാര്യ പദവി അലങ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ സ്റ്റിൽ ഒരു കന്യകയായിട്ടാണ് തുടരുന്നത്. അപ്പോൾ ഈ സൂര്യനാരായണ റാവു എന്ന കഥാപാത്രത്തിന് ഈ സ്ത്രീയോട് പ്രണയം തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇയാളുടെ മുഖത്തൊരു മുറിചുണ്ട് ഒരു അഭംഗി സൃഷ്ടിക്കുന്നുണ്ട്. ഈ മുറിചുണ്ടുള്ളത് കാരണം തന്നെ ആരും സ്നേഹിക്കില്ല, ഒരു സ്ത്രീയും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളൊരു തോന്നലിൽ ഈ മോഹിനിയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ഇയാൾ പല സമയത്തും മടിക്കുന്നുണ്ട്. പക്ഷേ ഈ മോഹിനിയാണെന്നുണ്ടെങ്കിലും ഒരു യഥാർത്ഥ പ്രണയം ആസ്വദിക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് മോഹിനി എന്ന കഥാപാത്രത്തെ ഒരു വഷളത്തി എന്നുള്ള ലെവലിൽ തോന്നുമെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവർ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളിൽ നിൽക്കുന്നു. പക്ഷെ ഒരു യഥാർത്ഥ പ്രേമം അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം എന്താണെന്ന് അറിയാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുമുള്ള ഒരു കഥാപാത്രം ഈ സൂര്യനാരായണ റാവു തന്നെയാണ്. പക്ഷേ അവിചാരിതമായി അവർക്കൊരു അപകടം സംഭവിക്കുകയും അവരുടെ സൗന്ദര്യം മങ്ങുകയും അവരുടെ സൗന്ദര്യധാമങ്ങളായിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ട് അവർ കിടപ്പ് രോഗിയാവുന്ന നിമിഷത്തിലാണ് സൂര്യനാരായണ റാവുവിൻ്റെ സാമീപ്യം ഒരു പ്രണയമായി അവരുടെ അടുത്തേക്ക് എത്തിച്ചെല്ലുന്നതും ആ പ്രണയത്തിലൂടെ അവർക്ക് ഒരു പരിധിവരെ രോഗശാന്തി ലഭിക്കുന്നില്ല എങ്കിൽ പോലും അവർക്കൊരു പരിധിവരെ അതൊരു ആശ്വാസമായി മാറുന്നുണ്ട്. പിന്നെ ഈ കഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കഥാപാത്രമാണ് ചന്ദ്രി എന്ന് പറഞ്ഞൊരു ദളിത് യുവതി. തൻ്റെ ആങ്ങളയായ ഒരു ദളിത് ആക്ടിവിസ്റ്റിൻ്റെ പെങ്ങളായിട്ട് ജീവിക്കുമ്പോൾ പോലും പല സ്ഥലങ്ങളിലും അവൾക്ക് ഒരുപാട് അവജ്ഞകളും അല്ലെങ്കിൽ ഒരുപാട് തിരസ്കാരങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ സഹോദരൻ്റെ സുഹൃത്തായ നരേൻ ഇവളെ ബലമായി ചുംബിക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അയാൾക്ക് ഇവളോട് അതിയായ പ്രണയമുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് ഇയാൾക്കറിയില്ല. പക്ഷേ ആ ഒരു ബലപ്രയോഗം അയാളോട് ഇവൾക്കൊരു ദേഷ്യം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ അവൾക്ക് നിലനിൽപ്പില്ല എന്ന് കാണുന്നൊരു സിറ്റുവേഷനിൽ അവൾ ഒരു എന്താ പറയുക
ഒരു ദളിതനെ ആരും അംഗീകരിക്കില്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ മതം മാറ്റം നടത്തുന്നത് ക്രിസ്തു മതമായിരുന്നു. അപ്പോൾ ആരും അംഗീകരിക്കാത്ത ഒരു ദളിതർക്കൊക്കെ ഏറ്റവും അധികം ആശ്രയം നൽകുന്നത് അല്ലെങ്കിൽ അവർക്ക് മുമ്പിലുള്ള ഒരൊറ്റ പോംവഴി നേരെ ക്രിസ്തു മതത്തിൽ ചേരുക. അങ്ങനെ ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ച് ജ്ഞാനസ്നാനപ്പെട്ട് അവൾ ക്രിസ്ത്യാനിയായി മാറുന്നുണ്ട്. പിന്നീട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൾ കർത്താവിൻ്റെ ദാസിയായി കന്യാസ്ത്രീയായി മാറാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവളുടെ ജീവിതം പോകുന്നത്. അതൊരു പരിധിവരെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഈ നരയൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലേക്ക് ഇവളെ ക്ഷണിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഇവൾ അതിനെ തിരസ്കരിക്കുന്നുണ്ട്. ഞാൻ കർത്താവിൻ്റെ ദാസിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് തിരസ്കരിക്കുന്നുണ്ട്. പിന്നെ നരയൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും വേറെ നിവർത്തിയില്ല. ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു ഹോപ്പൊന്നും കിട്ടാത്തത് കാരണം ആൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയാളുടെ ജീവിതത്തിലേക്ക് അയാൾ കടക്കുന്നു. പക്ഷേ ഈ പ്രതീക്ഷിച്ചതായിട്ടുള്ളൊരു ജീവിതമല്ല ഒരു കന്യാസ്ത്രീ മഠത്തിൽ നടക്കുന്നത്. നമ്മുടെ ഏകദേശം അഭയ കൊലക്കേസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ തൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് മനസ്സിലായ ഈ ചന്ദ്രി എന്ന പെൺകുട്ടി അല്ലെങ്കിൽ ക്രിസ്റ്റീന എന്ന പെൺകുട്ടി മഠത്തിൻ്റെ വാതിലുകൾ തുറന്ന് പുറം ലോകത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ അവൾ ഈ നരേനെ അന്വേഷിച്ച് അവളുടെ വധുവായി അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയായി മക്കളെ പ്രസവിച്ച് ജീവിതകാലം തള്ളി നീക്കാമെന്ന് കഴിയുമ്പോൾ അവിടെയും അവൾക്ക് തിരിച്ചടിയാണ്. അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ യഥാർത്ഥ പ്രണയം തിരിച്ചറിയാത്ത അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥ കൂടിയാണ് ഈ വണ്ടിക്കാളകൾ. സൂര്യനാരായണ റാവു പറയുന്നത് പോലെ മറ്റാരുടെയോ മുഖത്തിൽ മറ്റാരുടെയോ ചമട്ടിയടി ആ ചമട്ടിയടി ഏറ്റുവാങ്ങി ആർക്കോ വേണ്ടി എങ്ങോട്ടേക്കോ പോകുന്ന വണ്ടിക്കാളകളാണ് ഞാനും നിങ്ങൾ വണങ്ങുന്ന സമൂഹം എന്ന് സൂര്യനാരായണ റാവു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ ഈ നോവലിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു 2 കഥാപാത്രങ്ങളുണ്ട്. ഒരു ആർതർ ലോബോ എന്ന് പറയുന്ന ഒരു ബാർ വെയ്റ്ററും പിന്നെ സാറാമ കോശി എന്ന് പറയുന്ന ഒരു മേട്രനും. ഈ ആർതർ ലോബോയാണ് ഈ സൂര്യനാരായണ റാവു എന്ന് പറഞ്ഞ ഡോക്ടറുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ചില സമയങ്ങളിൽ ഇയാളാണ് തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് അറിഞ്ഞ നിമിഷം ഡോക്ടറെ ഒരു പുച്ഛത്തോടു കൂടിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് സാറാമ കോശി എന്ന് പറയുന്ന ഒരു സ്ത്രീ. അത് ഈ ഡോക്ടർക്ക് ആ ഹോസ്പിറ്റലിൽ അല്പമെങ്കിലും ഒരു മാനസിക അടുപ്പം ഉണ്ടെങ്കിൽ അത് ഈ സ്ത്രീയുമായിട്ടായിരുന്നു. ഒരു അമ്മയോടോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ചേച്ചിയോടോ തോന്നുന്നൊരു സ്നേഹം ബഹുമാനമൊക്കെ ഡോക്ടർ ഈ സ്ത്രീയോട് തോന്നിയിരുന്നു. ഈ സ്ത്രീക്ക് തിരിച്ചും ഡോക്ടറുടെ കാര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കിടയിലുള്ളൊരു സ്നേഹത്തിൻ്റെ അതൊരു പരിശുദ്ധമായൊരു സ്നേഹം, അതൊരു പ്രണയമല്ല, ഒരു വാത്സല്യത്തോടുകൂടിയുള്ള സ്നേഹത്തിൻ്റെ ചില ഏടുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ഡോക്ടറിനെ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ മാനസിക പിരിമുറുക്കങ്ങളെല്ലാം അയച്ച് നിർത്തുന്നതിൽ ഈ ആർതർ ലോബോ എന്ന് പറയുന്ന കഥാപാത്രം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ സൂര്യനാരായണ റാവു എന്ന ഡോക്ടറെ ഒരു മകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അയാൾ സ്നേഹിക്കുന്നത് ഒരു നീഗ്രോ പെൺകുട്ടിയാണ്. അപ്പോൾ ഈ നീഗ്രോ പെൺകുട്ടിയാണ് താൻ സ്നേഹിച്ചതെന്ന് അച്ഛനായ സൂര്യനാരായണ റാവു അറിയുമ്പോൾ അയാൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇത്ര സൗന്ദര്യ ആരാധകനായ തൻ്റെ മകൻ എങ്ങനെ ഒരു നീഗ്രോ പെൺകുട്ടിയെ സ്നേഹിക്കാൻ സാധിക്കുന്നു? അവിടെ ആ ഒരു തൊലിയുടെ അല്ലെങ്കിൽ ഒരു നിറത്തിൻ്റെ രാഷ്ട്രീയം മാധവിക്കുട്ടി പറയാതെ പറയുന്നുണ്ട്. പക്ഷേ ഈ നീഗ്രോ പെൺകുട്ടിക്ക് ഒരു വ്യക്തമായ ഐഡൻറ്റിറ്റി ഉണ്ട്. അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം അവളെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ അവൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് മഹാത്മാഗാന്ധിയെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയുമാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നൊരു പയ്യൻ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൽ അവൾ വളരെയധികം വളരെയധികം അതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വേർഷനിൽ തന്നെ ഈ സൂര്യനാരായണ റാവുവും അഭിമാനിക്കുന്നുണ്ട്. വ്യക്തമായൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വ്യക്തമായൊരു ആദർശമുള്ള ഒരു പെൺകുട്ടിയാണ് തൻ്റെ മകൻ്റെ വധുവായതെന്നുള്ളതിൽ സൂര്യനാരായണ റാവു വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ തൻ്റെ ഭാര്യയായ കാമേശ്വരിക്ക് അതെത്രത്തോളം മനസ്സിലാകും അല്ലെങ്കിൽ അതിലെത്രത്തോളം ആ ഒരു ബന്ധത്തെ അവൾ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ പോലും തൻ്റെ ഗതി തൻ്റെ മകന് വരുന്നില്ല. ആദർശവതിയായ ഒരു പെൺകുട്ടിയാണ് തൻ്റെ മകൻ്റെ വധു എന്നുള്ളതിൽ ഈ സൂര്യനാരായണ റാവു വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളിലൂടെയൊക്കെയാണ് മാധവി
മാധവിക്കുട്ടി ഈ കഥ കൊണ്ടുപോകുന്നതും അവസാനം ഒരു വിശ്വലോക സത്യമായ പ്രണയം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു മാംസനിബദ്ധമല്ല രാഗം എന്നുള്ളൊരു തത്വം, ആ ഒരു തത്വത്തിൽ നീ അന്വേഷിക്കുന്ന സ്നേഹം നിന്നിൽ തന്നെയുണ്ട് എന്നുള്ളൊരു തത്വത്തിലാണ് മാധവിക്കുട്ടി ഈ കഥ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ എഴുത്തുകാരി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ, മാധവിക്കുട്ടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ പുസ്തകം വായിക്കുക. വളരെ ലളിതമായ ഭാഷയിലാണ്. പൊതുവേ മാധവിക്കുട്ടിയുടെ ഒരു രചന എങ്ങനെയാണോ നമുക്ക് അനുഭവവേദ്യമാകുന്നത്, സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ് മാധവിക്കുട്ടി ഇതിലും അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് വായിച്ച് ആ ഒരു എന്താ പറയുക, ഒരു തീർത്തും ലളിതമായൊരു വായന എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വായനയെ സീരിയസ് ആയിട്ട് കരുതുന്നവർക്ക് അത്ര കടുകട്ടിയായതൊന്നുമല്ല, എന്നാൽ വളരെ സ്മൂത്തായിട്ട് വായിച്ചു പോകാവുന്ന മനോഹരമായ ഒരു കൃതി. മാധവിക്കുട്ടി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ കൃതിയും വായിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ നോവൽ ബൂക്കസിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.